നമസ്കാരം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ 568 പേർക്ക് കോവിഡ്. 3 പേർ വിദേശത്തു നിന്നും ഒരാൾ മറ്റ് സംസ്ഥാനത്തു നിന്നും എത്തിയവർ. 553 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. കായംകുളം മണ്ഡലത്തിലെ 19 പേർക്ക് കൂടി കോവിഡ്. ജില്ലയിൽ 15,162 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ. തിരഞ്ഞെടുപ്പ്. കായംകുളത്ത് UDF-ലും LDF-ലും സീറ്റ് വിഭജനത്തിൽ കല്ലുകടി. മുസ്ലിം കോൺഗ്രസ് തമ്മിൽ ഇടച്ചിൽ. LDF-ലെ INL-ലെ നിലവിലെ കൗൺസിലർ സ്വന്തം വാർഡിൽ സീറ്റ് നൽകാത്തതിനാൽ സ്വതന്ത്രനായി രംഗത്ത്. ഓച്ചിറ വൃശ്ചികോത്സവം. ചടങ്ങുകളും പരിപാടികളും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കി നടത്തുമെന്ന് ക്ഷേത്ര ഭരണ സമിതി. വിശദമായ വാർത്തകളിലേക്ക്. ആലപ്പുഴ ജില്ലയിൽ 568 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3 പേർ വിദേശത്ത് നിന്നും ഒരാൾ മറ്റ് സംസ്ഥാനത്ത് നിന്നും എത്തിയതാണ്. 553 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 11 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 371 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 31,309 പേർ രോഗമുക്തരായി. 8,701 പേർ ചികിത്സയിലുണ്ട്. കായംകുളം മണ്ഡലത്തിലെ 19 പേർക്ക് കൂടി കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. കായംകുളം നഗരസഭാ പരിധിയിൽ 12 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ 4 പേർക്കും ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്കും ദേവികുളങ്ങര പഞ്ചായത്തിൽ ഒരാൾക്കുമാണ് രോഗം. അതേസമയം 36 പേർക്ക് മണ്ഡലത്തിൽ രോഗം ഭേദമായിട്ടുണ്ട്. കായംകുളം മണ്ഡലത്തിലെ 19 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കായംകുളം നഗരസഭാ പരിധിയിൽ 12 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 7, 11, 21, 25, 26, 28, 35, 36, 37, 40 എന്നീ വാർഡുകളിലാണ് രോഗികളുള്ളത്. ഇതിൽ 26-ാം വാർഡിലും 35-ാം വാർഡിലും 2 പേർക്ക് വീതവും ബാക്കിയുള്ള വാർഡുകളിൽ ഓരോ ആൾക്ക് വീതവുമാണ് രോഗമുള്ളത്. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ 4 പേർക്കും ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്കും ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഒരാൾക്കും രോഗം ബാധിച്ചിട്ടുണ്ട്. അതേസമയം മണ്ഡലത്തിൽ 36 പേർക്ക് രോഗം ഭേദമായിട്ടുമുണ്ട്. ഇതുവരെ 3,365 പേർക്കാണ് കായംകുളം മണ്ഡലത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 2,970 പേർക്ക് ഇതുവരെ രോഗം ഭേദമായിട്ടുണ്ട്. 35 പേർ മരണമടഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ചികിത്സയിലുള്ളത് 360 പേരാണ്. CD നെറ്റ് ന്യൂസ്, കായംകുളം. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 15,162 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 239 പേർ വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 811 പേർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ചികിത്സയിലുണ്ട്. വൈറസ് ബാധിച്ച് വീടുകളിൽ ഐസൊലേഷനിലുള്ളത് 6,691 പേരാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 15,162 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 239 പേർ വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. 811 പേർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ചികിത്സയിലുണ്ട്. വൈറസ് ബാധിച്ച് വീടുകളിൽ ഐസൊലേഷനിൽ കഴിയുന്നത് 6,691 പേരാണ്. 156 പേരെ ആശുപത്രി നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചു. 371 പേരെ ആശുപത്രി നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. 1,072 പേരാണ് ഇപ്പോൾ ആകെ ആശുപത്രി നിരീക്ഷണത്തിൽ കഴിയുന്നത്. 979 പേരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചു. 479 പേരെ ഒഴിവാക്കി. ജില്ലയിൽ 2,47,360 പേർ ഇതുവരെ സാമ്പിൾ പരിശോധനയ്ക്ക് വിധേയരായിട്ടുണ്ട്. CD നെറ്റ് ന്യൂസ്, കായംകുളം. പ്രായമായവരിൽ കോവിഡ് സങ്കീർണമാവുകയും മരണകാരണമാവുകയും ചെയ്യാനുള്ള സാധ്യത ഏറെയാണെന്നും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കോവിഡ് മൂലം മരിക്കുന്ന വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതായിട്ടാണ് സൂചന. ജില്ലയിലെ കോവിഡ് മരണങ്ങളിൽ 87% 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രായമായവരിൽ കോവിഡ് സങ്കീർണമാവുകയും മരണത്തിന് കാരണമാവുകയും ചെയ്യാനുള്ള സാധ്യത ഏറെയാണെന്നും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിക്കുന്നു.
കോവിഡ് മൂലം മരിക്കുന്ന വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് സൂചന. ജില്ലയിലെ കോവിഡ് മരണങ്ങളിൽ 87% 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ജില്ലയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരിൽ 15% വയോജനങ്ങളാണ്. പ്രായമായവരെ കോവിഡിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് വീട്ടിലെ മറ്റംഗങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. പുറത്തുപോയി വീട്ടിൽ തിരികെ എത്തുന്നവർ കുളിച്ച് വൃത്തിയായ ശേഷം മാത്രം മുതിർന്നവരുമായി ഇടപെടണം. പനി, ജലദോഷം തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടായാൽ മുതിർന്നവരിൽ നിന്നും അകന്ന് റൂം ക്വാറന്റൈൻ സ്വീകരിക്കണം. പ്രായമായവർ സന്ദർശകരെ ഒഴിവാക്കണം. പ്രായമായവർ വീടിന് പുറത്തിറങ്ങുക, അയൽപ്പക്ക സന്ദർശനം, ബന്ധുഗ്രഹ സന്ദർശനം, ചടങ്ങുകളിൽ പങ്കെടുക്കുക എന്നിവ ഒഴിവാക്കുക. CD Net ന്യൂസ്, കായംകുളം. കോവിഡ് വ്യാപന നിയന്ത്രണം ജില്ലയിൽ ഊർജിതമാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ലോക്ക്ഡൌൺ ലംഘിച്ചതിന് ജില്ലയിൽ 35 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും അറിയിച്ചു. 17 പേരെ അറസ്റ്റ് ചെയ്തു. മാസ്ക് ധരിക്കാത്തതിന് 260 പേർക്കെതിരെ കേസെടുത്തു. ജില്ലയിൽ കോവിഡ് വ്യാപന നിയന്ത്രണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ജില്ലയിൽ ലോക്ക്ഡൌൺ ലംഘനവുമായി ബന്ധപ്പെട്ട് 35 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 17 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മാസ്ക് ധരിക്കാത്തതിന് 260 പേർക്കെതിരെയും സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 898 പേർക്കെതിരെയും നിരോധനാജ്ഞ ലംഘനം നടത്തിയതിന് ഒരു കേസിൽ 5 പേർക്കെതിരെയും നടപടിയെടുത്തതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. CD Net ന്യൂസ്, കായംകുളം. ജില്ലയിലെ ശക്തമായ കാറ്റിലും വേലിയേറ്റത്തിലും വള്ളങ്ങളും വലയും മറ്റ് മത്സ്യബന്ധന ഉപകരണങ്ങളും നഷ്ടപ്പെട്ട തൊഴിലാളികളെ ഉടൻ സഹായിക്കണമെന്ന് മന്ത്രി ജി സുധാകരൻ അഭ്യർത്ഥിച്ചു. ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് നൽകിയ നിവേദനത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. വള്ളവും വലയും വാങ്ങാൻ മതിയായ ധനസഹായം നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലയിൽ ശക്തമായ കാറ്റിലും വേലിയേറ്റത്തിലും വള്ളങ്ങളും വലയും മറ്റ് മത്സ്യബന്ധന ഉപകരണങ്ങളും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഉടൻ സഹായിക്കണമെന്ന് മന്ത്രി ജി സുധാകരൻ ആവശ്യപ്പെട്ടു. ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് നൽകിയ നിവേദനത്തിലായിരുന്നു ജി സുധാകരൻ ആവശ്യം ഉന്നയിച്ചത്. ജില്ലയിലെ വിവിധ തീരപ്രദേശങ്ങളിൽ സൂക്ഷിച്ച ഫൈബർ വള്ളങ്ങളാണ് തകർന്നത്. തൊഴിൽ ചെയ്യാൻ കഴിയാതെയായെന്ന് മാത്രമല്ല, തൊഴിൽ ഉപകരണങ്ങളും മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ടു. ഈ സാഹചര്യത്തിൽ വള്ളവും വലയും വാങ്ങാൻ മതിയായ ധനസഹായം നൽകണമെന്നും മന്ത്രി പറഞ്ഞു. CD Net ന്യൂസ്, കായംകുളം. ചേപ്പാട് ഇലക്ട്രിക്കൽ സെഷൻ പരിധിയിൽ വെള്ളിയാഴ്ച വൈദ്യുതി മുടങ്ങും. ട്രാൻസ്ഫോമർ സ്റ്റേഷന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പനച്ചമൂട്, കല്ലൂരേത്ത്, കണ്ണമ്പള്ളി, പഞ്ചവടി, പുത്തൻകുളങ്ങര, കുളഞ്ഞി, പത്തിയൂർക്കാല, മങ്ങാട്ട് കോളനി എന്നീ ട്രാൻസ്ഫോമറുകളുടെ പരിധിയിലാണ് വൈദ്യുതി മുടങ്ങുന്നത്. ഇനിയൊരു ഇടവേള. CD Net ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം ഐ ലെൻസ്. പ്രശസ്ത നേത്രരോഗ വിദഗ്ധ ഡോക്ടർ സുജ എബ്രഹാമിന്റെ സേവനം എല്ലാ ദിവസവും വൈകുന്നേരം 4:30 മുതൽ 5:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. മുഴുവൻ സമയം ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനവും ലഭ്യമാണ്. കുട്ടികളുടെ ഓൺലൈൻ പഠനത്തിനാവശ്യമായ കണ്ണടകൾ, രാത്രിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് ബ്രൈറ്റ് ലൈറ്റിൽ നിന്നും രക്ഷ നേടാനുള്ള പവറോടുകൂടിയ നൈറ്റ് ഡ്രൈവ് എക്സലൻസുകളും ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം അതിപ്രധാനമായ ഈ കാലഘട്ടത്തിൽ കോവിഡ് പ്രോട്ടോകോളും ഡയറ്റിംഗും കൃത്യമായ സമയക്രമവും പാലിച്ചുകൊണ്ട് കായംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഈഗിൾ ജിം. ഒന്നാംകുറ്റി SNDP മന്ദിരത്തിന് എതിർവശം ശ്രീശൈലം ടവർ, KP റോഡ്, കായംകുളം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വ്യായാമ മുറികൾ, പ്രത്യേകം ട്രെയിനർമാർ, പ്രത്യേക സമയക്രമം. കേരളത്തിലെല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. നല്ല സാധനം, സാധാരണ വില, ഒന്നും നോക്കാനില്ല. ഇന്ദു തന്നെയാണ് പെർഫെക്റ്റ് സേവിംഗ്. ആത്മവിശ്വാസം ആഘോഷമാക്കുവാൻ ഇന്ദു ഫാഷൻ 1 ഗ്രാം ഗോൾഡ് ജുവലറി, കൊല്ലൂർ, ആമ്പല്ലൂർ, കൊടുങ്ങല്ലൂർ, കായംകുളം ആൻഡ് ഹരിപ്പാട്. 1 ഗ്രാം തങ്കാഭരണങ്ങൾ വാങ്ങുന്നത് സ്വർണം പോലെ തന്നെ സമ്പാദ്യം. ആദായ വിലയുടെ അവസാന വാക്ക് ഒലിവ് ഫർണിച്ചർ. ഇവിടെ നിന്ന് വാങ്ങുന്ന എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ട് അവരവരുടെ വീട്ടിലെത്തും. ഇതിലും വിലക്കുറവിൽ മറ്റെങ്ങും കിട്ടില്ല. ഒലീവിലേക്ക് വരൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കൂ. ഒലീവ് ഫർണിച്ചർ, സത്രത്തിൽ ബിൽഡിംഗ്, KP റോഡ്, മൂന്നാംകുറ്റി, കായംകുളം. രവീസ് ഒരുക്കിയിരിക്കുന്നു എല്ലാ ദിവസവും ഫിനാൻസ് മേള. തവണ വ്യവസ്ഥയിൽ പലിശരഹിത ഫിനാൻസ് സൗകര്യം. ആപ്പിൾ MA ഫോണുകളുടെയും TVകളുടെയും കായംകുളത്തെ ഏക അംഗീകൃത ഡീലർ. വിദേശ രാജ്യങ്ങളിൽ നിരവധി വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ടെക്നീഷ്യന്മാരുടെ മേൽനോട്ടത്തിൽ മൊബൈൽ ഫോൺ സർവീസിംഗ്. രവീസ് ഡിജിറ്റൽ ഹബ്, ഓപ്പോസിറ്റ് യൂണിയൻ ബാങ്ക്, പുതിയിടം, കായംകുളം. കുമാർ പെയിന്റ്സ്
വിസ്മയിപ്പിക്കും കളക്ഷനുമായി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തമായ ഡിജിറ്റൽ ശൃംഖല മൈജി ഇനി നിങ്ങളുടെ തൊട്ടരികിൽ. അതെ, നവംബർ 7 ശനിയാഴ്ച മുതൽ കായംകുളവും സൂപ്പർ ഡിജിറ്റലാകുന്നു. ലോകോത്തര ബ്രാൻഡുകളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മികച്ച ഓഫറുകളോടെയും ഡിസ്കൗണ്ടുകളോടെയും ഒപ്പം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്വകാര്യതയും സുരക്ഷയും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഗാഡ്ജറ്റ് റിപ്പയർ ആൻഡ് സർവീസ്. വിശ്വാസത്തിന്റെ സേവന മികവിന്റെ ഈ പുത്തൻ ഡിജിറ്റൽ ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. ജെമിനി ട്രേഡേഴ്സ് ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് മിതമായ വിലയും മറ്റാരും നൽകാത്ത ഓഫറുകളും, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫറുകൾ, ഉറപ്പായ സമ്മാനങ്ങൾ, മികച്ച കസ്റ്റമർ സർവീസ്, വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ഒന്നാമത്. ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് 30 മുതൽ 70% വരെ വിലക്കുറവ്. വിൽപ്പനയും വിൽപ്പനാനന്തര സേവനത്തിലും 4 പതിറ്റാണ്ടിന്റെ വിശ്വസ്തത. ജെമിനി ട്രേഡേഴ്സ്, KP റോഡ്, കായംകുളം. നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം. സ്വപ്ന സിൽക്സ്, ലിങ്ക് റോഡ്, കായംകുളം. വാർത്തകൾ തുടരുന്നു. കായംകുളം നഗരസഭയിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് UDF-ൽ തർക്കം രൂക്ഷമാകുന്നു. തെരഞ്ഞെടുപ്പിന് 1 മാസം പോലും ബാക്കിയില്ലെന്നിരിക്കെ സീറ്റ് വിഭജനം കീറാമുട്ടിയാകുന്നത് അണികളെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലാണ് തർക്കം നിലനിൽക്കുന്നത്. അതേസമയം തർക്കം പരിഹരിച്ചില്ലെങ്കിൽ 44 വാർഡുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ലീഗ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ കായംകുളത്ത് UDF-ന്റെ സീറ്റ് വിഭജന ചർച്ച വഴിമുട്ടുകയാണ്. 2 സീറ്റിനെ സംബന്ധിച്ചാണ് പ്രധാനമായും മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ രൂക്ഷമായ തർക്കം നിലനിൽക്കുന്നത്. തർക്കം പരിഹരിച്ചില്ല എങ്കിൽ നഗരസഭയിലെ 44 വാർഡുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മുസ്ലിം ലീഗ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് മത്സരിച്ച് പരാജയപ്പെട്ട കോൺഗ്രസിന്റെ പഴയകാലത്തെ ഉറച്ച സീറ്റായ 43 കോൺഗ്രസ് തിരികെ ചോദിച്ചതും ലീഗ് നൽകാതെ ഇരിക്കുന്നതുമാണ് പ്രധാന തർക്ക വിഷയം. ഈ ഗ്രൂപ്പിലെ PK മസൂദിനെ അവിടെ നിർത്തി വിജയിപ്പിക്കാമെന്ന് കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് സീറ്റ് മടക്കി ആവശ്യപ്പെടുന്നത്. എന്നാൽ നിലവിലെ 3-ാം വാർഡ് കൗൺസിലറായ നവാസ് മുണ്ടകത്തിന് വേണ്ടി സീറ്റ് മാറ്റിവെച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്. അതേസമയം 37-ാം വാർഡിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റാണ്. ഈ സീറ്റ് ലീഗ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് പകരം 8-ാം വാർഡ് നൽകാമെന്ന ഒരു ധാരണയും ഉടലെടുത്തിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിന് 1 മാസം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ UDF-ലെ സീറ്റ് തർക്കം അണികളിൽ നേരിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. കായംകുളം നഗരസഭയിലെ കോൺഗ്രസ് സീറ്റുകളിലും തർക്കം നിലനിൽക്കുന്നുണ്ട്. സമീപ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും വലിയ തർക്കമില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയായി വരുമ്പോൾ കായംകുളം കീറാമുട്ടിയാകുന്നത് ജില്ലാ UDF നേതൃത്വവും ഗൗരവമായി തന്നെയാണ് കാണുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്. കായംകുളം നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം LDF-ലും പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നു. നിലവിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും 37-ാം വാർഡ് കൗൺസിലറുമായ INL-ലെ ആറ്റക്കുഞ്ഞ് 37-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിരിക്കുന്നത് സീറ്റ് നിർണയത്തിലെ കല്ലുകടി സൂചിപ്പിക്കുന്നു. CPI മത്സരിക്കുന്ന 35-ാം വാർഡിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗവും DYFI കായംകുളം ഏരിയ കമ്മിറ്റി അംഗവുമായ നിസാർ സ്വതന്ത്രനായി രംഗത്ത് വന്നതും LDF-ൽ അസ്വാരസ്യത്തിന് ഇടയാക്കി. കായംകുളം നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം LDF-ലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. നിലവിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും 37-ാം വാർഡ് കൗൺസിലറുമായ INL-ലെ ആറ്റക്കുഞ്ഞ് 37-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിരിക്കുന്നത് സീറ്റ് നിർണയത്തിലെ കല്ലുകടി സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 28 വർഷം ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ LDF-ന്റെ ഭാഗമായി നിന്ന INL എന്ന പ്രസ്ഥാനത്തെ ചവിട്ടിത്താഴ്ത്തി സ്റ്റേറ്റ് LDF-ന്റെ സ്റ്റാറ്റസ് കോ നിലനിർത്താതെ LJD പാർട്ടിക്ക് 37-ാം വാർഡ് അടിയറവ് വെക്കുകയാണ് കായംകുളത്തെ LDF എന്ന് ആറ്റക്കുഞ്ഞ് ആരോപിച്ചു. CPI മത്സരിക്കുന്ന 35-ാം വാർഡിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗവും DYFI കായംകുളം മുൻ ഏരിയ കമ്മിറ്റി അംഗവുമായ നിസാർ സ്വതന്ത്രനായി രംഗത്ത് വന്നതും LDF-ൽ അസ്വാരസ്യത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതേസമയം പ്രശ്നങ്ങളെല്ലാം ഉടൻ തന്നെ പറഞ്ഞു തീർക്കുമെന്നാണ് LDF നേതാക്കൾ പറയുന്നത്. CDNet ന്യൂസ്, കായംകുളം. ഈ വർഷത്തെ ഓച്ചിറ വൃശ്ചിക മഹോത്സവം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചും സാമൂഹിക അകലം പാലിച്ചുകൊണ്ടും മാത്രമേ നടത്തൂവെന്ന് ഓച്ചിറ ക്ഷേത്രഭരണ സമിതി സെക്രട്ടറി കളരിക്കൽ ജയപ്രകാശ് അറിയിച്ചു.
വൃശ്ചികം 1 മുതൽ 12 വരെയുള്ള ദിനങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് ചടങ്ങുകൾ നടത്തുക. പ്രധാന കവാടത്തിൽ ഭക്തരുടെ ശരീര ഊഷ്മാവ് പരിശോധന നടത്തും. സാനിറ്റൈസർ ഉപയോഗിച്ച് അണുനശീകരണം നടത്തും. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വൃശ്ചിക മഹോത്സവം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചും സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടും മാത്രമാകും നടത്തുകയെന്ന് ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി കളരിക്കൽ ജയപ്രകാശ് അറിയിച്ചു. 12 ദിവസം ഓച്ചിറയിൽ പതനം പാർക്കുകയും മത കൺവെൻഷനോടുകൂടി വൃശ്ചികോത്സവം ഭംഗിയായി നടത്തി വരുന്നു. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ 12 ദിവസവും ഇവിടെ വന്ന് ദർശനം നടത്തി ഭഗവാന്റെ പ്രസാദവും ഒക്കെ കഴിച്ചു പോകുന്നത്. COVID-19 സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നിശ്ചയിച്ചിരിക്കുന്ന പ്രോട്ടോകോൾ മാനദണ്ഡം പാലിച്ച് മാത്രമേ ഈ വർഷം നമുക്ക് വൃശ്ചിക മഹോത്സവം നടത്താൻ കഴിയുന്നു. ഈ വർഷം യാതൊരു വിധമായ വ്യാപാരങ്ങളും ഇവിടെ അനുവദിക്കുന്നതല്ല. നിലവിൽ അവിടെ സ്ഥിരമായി കച്ചവടം ചെയ്യുന്ന ആളുകൾ മാത്രം ആണ് കച്ചവടം ചെയ്യാൻ അവസരമുള്ളത്. അതുപോലെ കലാപരിപാടികളൊന്നും തന്നെയില്ല. പ്രഭാഷണങ്ങളും മത കൺവെൻഷൻ അതിലെ പ്രഭാഷണങ്ങൾ മാത്രമാണ് ഈ വർഷത്തെ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്നത്. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് പി സോമരാജൻ അവരുകളാണ്. 50 പേരെ മാത്രമാണ് ഒരു സമയം പ്രവേശിപ്പിക്കാവുള്ളതെന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം. അത് പാലിച്ചുകൊണ്ട് അങ്ങനെ ക്രമപ്രകാരം അവരെ സാനിറ്റൈസ് ചെയ്ത് അവരുടെ ഊഷ്മാവ് പരിശോധിച്ച് അതൊക്കെ യാതൊരുവിധ സിംറ്റവും ഇല്ല എന്നുള്ള ആളുകളെ മാത്രമാണ് പ്രവേശിപ്പിക്കുന്നത്. വൃശ്ചികം 1 മുതൽ 12 വരെയുള്ള ദിനങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാകും ചടങ്ങുകൾ നടത്തുക. ക്ഷേത്ര സംബന്ധമായ എല്ലാ ആചാരങ്ങളും നിലനിർത്തിയാണ് വൃശ്ചിക മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ക്ഷേത്ര പരിസരത്ത് കച്ചവട, വാണിജ്യ, വിനോദ കേന്ദ്രങ്ങൾ അനുവദിക്കില്ല. നിലവിൽ സ്ഥിരമായി കച്ചവടം നടത്തുന്നവർക്ക് അത് നടത്താനുള്ള സൗകര്യം നൽകും. ഒരു സമയത്ത് 50 പേരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. പ്രധാന കവാടത്തിൽ തന്നെ ഭക്തരുടെ ഊഷ്മാവ് പരിശോധന നടത്തുന്ന സംവിധാനം ഏർപ്പെടുത്തും. സാനിറ്റൈസർ ഉപയോഗിച്ച് അണുനശീകരണം നടത്തും. കലാപരിപാടികൾ ഉണ്ടാവില്ല. മതപ്രഭാഷണം, കൺവെൻഷൻ എന്നിവ ഉണ്ടാകും. 12 ദിവസങ്ങളിലും പ്രഭാഷണങ്ങളും ചടങ്ങുകളും നടക്കും. ഇതിൽ പ്രമുഖർ പങ്കെടുക്കും. CD Net News, ഓച്ചിറ. ലോക്ക്ഡൌണിനോടനുബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെയും RDOയുടെയും നേതൃത്വത്തിൽ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ താമസിച്ചവരെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കോവിഡ് പരിശോധന നടത്തിയ ശേഷം സർക്കാർ നിർദ്ദേശിക്കുന്നതായ ഇടങ്ങളിലേക്ക് മാറ്റുമെന്ന് ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി കളരിക്കൽ ജയപ്രകാശ് CD Net ന്യൂസിനോട് പറഞ്ഞു. വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായാണ് ക്രമീകരണം. ഇവിടെ 2 സങ്കേതങ്ങളിലായി കഴിഞ്ഞുവരുന്ന അന്തേവാസികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കും. ലോക്ക്ഡൌണിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിന്റെയും RDOയുടെയും നേതൃത്വത്തിൽ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ താമസിപ്പിച്ചിരുന്നവരെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കോവിഡ് പരിശോധന നടത്തിയ ശേഷം സർക്കാർ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി കളരിക്കൽ ജയപ്രകാശ് CD Net ന്യൂസിനോട് പറഞ്ഞു. നമ്മൾ സ്ഥിരം അന്തേവാസികൾ നമ്മുടെ 2-3 കെട്ടിടങ്ങളിലായി താമസിക്കുന്നവരാണ്. ഈ കോവിഡിന്റെ ആരംഭത്തിൽ ജില്ലാ ഭരണകൂടം RDOയുടെ നേതൃത്വത്തിൽ കുറേ ആളുകളെ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവന്ന് പറഞ്ഞു. അവർക്ക് നമ്മൾ 5 നേരം ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വൃശ്ചികോത്സവമായിട്ട് ബന്ധപ്പെട്ട് അവരെല്ലാം ഇവിടത്തേക്ക് മാറ്റി സാമൂഹ്യക്ഷേമ വകുപ്പ് അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവരെ വിവിധ മേഖലകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. അവരുടെ ഇവിടെ ഇപ്പോൾ വന്ന് അവരുടെ സ്രവം പരിശോധിച്ചപ്പോൾ അവരുടെ ആൻറ്റിജൻ ടെസ്റ്റ് നടത്തിയപ്പോൾ 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ അവരെയെല്ലാം ക്വാറന്റൈനിലാക്കുന്നതിനുള്ള നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരികയാണ്. വൃശ്ചികോത്സവത്തിന് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്. ഇവിടെ 2 സങ്കേതങ്ങളിലായി കഴിഞ്ഞു വന്നിരുന്ന അന്തേവാസികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തും. അവർ കഴിയുന്നത് ഗേറ്റും മതിലുമുള്ള സ്ഥലത്താണ്. ഇവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തും. ഭക്ഷണം, വസ്ത്രം എന്നിവയെല്ലാം ക്ഷേത്ര ഭരണസമിതിയും ജില്ലാ ഭരണകൂടവും ഒരുക്കും. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മറ്റിടങ്ങളിൽ നിന്ന് എത്തിയവരെ മാറ്റി പാർപ്പിക്കുന്നത്. സ്രവ പരിശോധനയ്ക്ക് ആരോഗ്യവകുപ്പ് ജീവനക്കാർ, റവന്യൂ അധികൃതർ, പോലീസ് എന്നിവർ നേതൃത്വം നൽകി. ഈ ക്ഷേത്രം ഭാരവാഹികൾ വളരെ നല്ല രീതിയിൽ അവരെ ഇത്രയും നാൾ കെയർ ചെയ്യുകയും എല്ലാവിധ സൗകര്യങ്ങളും ഈ ഓച്ചിറ അമ്പലം അവർക്ക് നൽകുകയും അതോടൊപ്പം തന്നെ ഹെൽത്തിൻ്റെ ടീം ഇവരെ വളരെ
എല്ലാ കാര്യങ്ങളിലും അവരുടെ ക്ഷേമകാര്യങ്ങളെല്ലാം തിരക്കുകയും നിലവിൽ നല്ല രീതിയിൽ ഇവരെ നമ്മൾ സംരക്ഷിച്ച് വന്നതാണ്. എന്നാൽ വൃശ്ചികോത്സവം 16-ാം തീയതി തുടങ്ങുന്നത് കൊണ്ട് നമുക്ക് ഇവരുടെ ഒരു സാന്നിധ്യം അമ്പലത്തിൻ്റെ പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടാകുന്നു എന്ന് ജില്ലാ കളക്ടർക്ക് ഇവർ നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ അടിയന്തരമായി സർക്കാരിൻ്റെ അധീനതയിലുള്ള സങ്കേതങ്ങളിലേക്ക് മാറ്റുക, അവർക്ക് അവിടെ നല്ല സാമൂഹിക സുരക്ഷ നൽകുകയും ഭക്ഷണം മറ്റ് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത് ജില്ലാ കളക്ടർ നിർദ്ദേശമാണ്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ നമ്മൾ എല്ലാ അന്തേവാസികളെയും കോവിഡ് ടെസ്റ്റ് നടത്തി ആരോഗ്യ സുരക്ഷ ഉറപ്പ് വരുത്തി 2-3 കേന്ദ്രങ്ങളിലാക്കി നമ്മൾ ഇന്നിവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. സുഭിക്ഷ കേരളം പദ്ധതിക്ക് കൂടുതൽ കരുത്തേകാൻ കേരള കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്ത ഏറെ വ്യത്യസ്തവും ഗുണമേന്മയാർന്ന പ്രകൃതി സൗഹൃദ പച്ചക്കറി കിറ്റ് കാർഷിക മേഖലയിലെ പുത്തൻ ഉണർവാകുന്നു. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാണ് ഈ കിറ്റ് വികസിപ്പിച്ചെടുത്തത്. ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി കായംകുളം ഓണാട്ടുകര കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ വിൽപ്പനശാല വഴിയാണ് ഇത് കർഷകർക്ക് ലഭ്യമാക്കുന്നത്. പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സുഭിക്ഷ കേരളം പദ്ധതിക്ക് കൂടുതൽ കരുത്തു പകരാൻ കേരള കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്ത ഏറെ വ്യത്യസ്തവും ഗുണമേന്മയാർന്നതുമായ ഏക എന്ന പേരിൽ പുറത്തിറക്കിയ പ്രകൃതി സൗഹൃദ പച്ചക്കറി കിറ്റ് കാർഷിക മേഖലയ്ക്ക് തന്നെ പുത്തൻ ഉണർവ് പകരുന്നു. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാണ് ഈ കിറ്റ് വികസിപ്പിച്ചെടുത്തത്. ഗ്രോ ബാഗിലും പച്ചക്കറി കൃഷി നടത്തും. അതിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിയായ അളവിലുള്ള പോഷണം ലഭ്യമാക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സമയാധിഷ്ഠിത പരിചരണ മുറകൾ നടത്തുന്നില്ല. തൽഫലമായി ആദ്യമായി കൃഷി ചെയ്യുന്ന ഒരാൾക്ക് പോലും കുറച്ച് കഴിയുമ്പോൾ അതിൽ മനമൊടിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതിനൊരു പരിഹാരമെന്ന നിലയിലാണ് നമ്മൾ ഈ ഏക കിറ്റ് എന്ന ഒരു പുതിയ ഉൽപ്പന്നം പരിചയപ്പെടുത്തുന്നത്. ഏക കിറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രകൃതി സൗഹൃദ പച്ചക്കറി കൃഷിക്കൂട്ടാണ്. ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി കായംകുളം ഓണാട്ടുകര കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ വിൽപ്പനശാല വഴിയാണ് ഇത് കർഷകർക്ക് ലഭ്യമാക്കുന്നത്. ഗ്രോ ബാഗ് കൃഷി അല്ലെങ്കിൽ തടത്തിലെ കൃഷി എന്നിവയ്ക്ക് ഈ കിറ്റിലെ ഉൽപ്പന്നങ്ങൾ മതി എന്നതാണ് സവിശേഷത. കിറ്റിൽ 10 ഉൽപ്പന്നങ്ങളാണ് നിറച്ചിരിക്കുന്നത്. 10 ജൈവവള കട്ടകൾ, ട്രൈക്കോഡെർമ, സ്യൂഡോമോണാസ്, വേപ്പെണ്ണ, കാന്താരി സോപ്പ്, മത്തി ശർക്കര മിശ്രിതം, കുമ്മായം, അടിവളം, 1-ാം മേൽവളം, 2-ാം മേൽവളം, സമ്പൂർണ്ണ എന്ന സൂക്ഷ്മ മൂലക മിശ്രിതം എന്നിവയെല്ലാം പ്രത്യേകം പാക്കറ്റുകളിലാക്കി കിറ്റിൽ നിറച്ചിരിക്കുന്നു. മട്ടുപ്പാവ് കൃഷി, ഗ്രോ ബാഗ് കൃഷി എന്നിവയുടെ പ്രോത്സാഹനമാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഏക എന്ന ഈ സമ്പൂർണ്ണ ജൈവ കാർഷിക കിറ്റിൽ വളം, മരുന്ന്, ജൈവ കീടനാശിനികൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് 15 ചെടികൾ നടാം എന്നതാണ് വലിയ പ്രത്യേകത. ചെടികൾ നട്ട് കൃത്യമായ ഇടവേളകളിൽ കിറ്റിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വളങ്ങൾ ഇടാം. ചെറിയ സ്ഥലത്ത് കൂടുതൽ പച്ചക്കറി കൃഷി നടത്തുക എന്നതാണ് ലക്ഷ്യം. കൃഷി വ്യാപനം എന്ന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നതെന്ന് കായംകുളം ഓണാട്ടുകര മേഖല കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ സുജ, സോയിൽ കെമിസ്ട്രി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മിനി, ഫാം സൂപ്രണ്ട് മുരളീധരൻ എന്നിവർ വ്യക്തമാക്കി. നമുക്കറിയാം, നമ്മൾ സാധാരണ ചാണകം മാത്രം ചേർത്താണ് കൃഷി ചെയ്യുന്നത്. എന്നാൽ ഈ വളക്കട്ട എന്ന് പറയുന്നത് ചകിരിച്ചോർ കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, അതുപോലെ അവശ്യ സസ്യപോഷക മൂലകങ്ങൾ അടങ്ങിയ നേർവളങ്ങൾ, സൂക്ഷ്മമൂല മിശ്രിതം, ഇതെല്ലാം കൂടെ ആവശ്യമായ അളവിൽ ചേർത്തുകൊണ്ട് നമ്മളൊരു ഡിസ്ക് രൂപത്തിൽ ഓരോ വളക്കട്ട ഒരു ഗ്രോ ബാഗിൽ എന്ന തോതിൽ 10 ഡിസ്കുകൾ ഈ ഒരു ഏകാക്കിറ്റിൽ അടങ്ങിയിട്ടുണ്ട്. ചെടി വളർന്നു വരുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ വളരെ കരുത്തോടെ വളർന്നു വരാൻ ആവശ്യമായ എല്ലാ മൂലകങ്ങളും ഈ വളക്കട്ടയിൽ നിന്നതിന് ലഭ്യമാണ്. ന്യൂസ്, കായംകുളം. കരിയിലക്കുളങ്ങരയിൽ ശാന്തിഗിരി ആയുർവേദ സിദ്ധ വൈദ്യശാലയ്ക്ക് തുടക്കമായി. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. കരിയിലക്കുളങ്ങരയിൽ ശാന്തിഗിരി ആയുർവേദ സിദ്ധ വൈദ്യശാലയ്ക്ക് തുടക്കമായി. തലവേദന, പിടലിവേദന, നടുവുവേദന, മുട്ടുവേദന, ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള ചികിത്സ ഇവിടെ നിന്നും ലഭ്യമാണ്. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ശാന്തിഗിരി ആശ്രമം ഹരിപ്പാട് കാര്യദർശി സ്വാമി മധുരനാഥൻ ജ്ഞാനതപസി മുഖ്യാതിഥിയായി. വാർഡ് പഞ്ചായത്ത് മെമ്പർ KV പ്രശാന്ത് സംസാരിച്ചു. ശാന്തിഗിരിയുടെ 441ാമത് ഏജൻസിയാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം നടന്നിരിക്കുന്നത്. ഈ ഉദ്ഘാടന കർമ്മം ഇവിടെ നിന്ന് നിർവഹിച്ചത് ശാന്തിഗിരി ആശ്രമം ഹരിപ്പാട് ബ്രാഞ്ചിൻ്റെ ഇൻചാർജ് സ്വാമി മധുരനാഥൻ ജ്ഞാന തപസ്വിയാണ്.
ഈ ഒരു വൈദ്യശാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശാന്തിഗിരി ആയുർവേദ സിദ്ധ വൈദ്യശാല തിരുവനന്തപുരത്ത് ഉൽപ്പാദിപ്പിക്കുന്ന 400ഓളം ആയുർവേദ മരുന്നുകളും സിദ്ധ മരുന്നുകളുമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ആയുർവേദ മരുന്നുകളോടൊപ്പം സിദ്ധ വൈദ്യവും നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വൈദ്യശാലയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ 568 പേർക്ക് കോവിഡ്. 3 പേർ വിദേശത്തു നിന്നും ഒരാൾ മറ്റ് സംസ്ഥാനത്തു നിന്നും എത്തിയവർ. 553 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. കായംകുളം മണ്ഡലത്തിലെ 19 പേർക്ക് കൂടി കോവിഡ്. ജില്ലയിൽ 15,162 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ. തിരഞ്ഞെടുപ്പ്. കായംകുളത്ത് UDF-ലും LDF-ലും സീറ്റ് വിഭജനത്തിൽ കല്ലുകടി. മുസ്ലിം കോൺഗ്രസ് തമ്മിൽ ഇടച്ചിൽ. LDF-ലെ INL-ലെ നിലവിലെ കൗൺസിലർ സ്വന്തം വാർഡിൽ സീറ്റ് നൽകാത്തതിനാൽ സ്വതന്ത്രനായി രംഗത്ത്. ഓച്ചിറ വൃശ്ചികോത്സവം. ചടങ്ങുകളും പരിപാടികളും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കി നടത്തുമെന്ന് ക്ഷേത്ര ഭരണ സമിതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.